1957 മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് സ്കൂൾ കുട്ടികളുടെ ഈ ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. അതാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരോത്സവമായി വളർന്നിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയ മുൻ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബിനെയും നമുക്ക് ഈ ഘട്ടത്തിൽ സ്മരിക്കാം. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെയും P. ജയചന്ദ്രൻ്റെയും എല്ലാം ജീവിത ഏടുകൾ പരിശോധിച്ചാൽ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ മാറ്റ് അവയിൽ തിളങ്ങി നിൽക്കുന്നതായി കാണാം. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ മുഖ്യാതിഥിയായാണ് ശ്രീമതി ആശാ ശരത്ത് പങ്കെടുത്തിരുന്നത്. ഈ കലോത്സവത്തിൽ സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം സ്വന്തം നിരക്ക് നിർവഹിക്കാൻ അന്നവർ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ വാക്ക് പാലിച്ചുകൊണ്ട് ഈ വേദിയിൽ നൃത്താവിഷ്കാരം അതിഭംഗിയായി അവതരിപ്പിച്ച ആശാ ശരത്തിനെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വപ്രശസ്തനായ സാഹിത്യകാരൻ മാക്സിം ഗോർക്കി പറഞ്ഞൊരു കാര്യം, കുഞ്ഞുങ്ങൾ ഭൂമിയിലെ മനോഹരങ്ങളായ പുഷ്പങ്ങളാണ്. പക്ഷേ വിടരും മുൻപേ വാടിക്കൊഴിഞ്ഞ് വീഴാൻ വിധിക്കപ്പെട്ട എത്രയോ ഹതഭാഗ്യർ അക്കൂട്ടത്തിലുണ്ട്. സ്കൂൾ യുവജനോത്സവങ്ങളിലും ജില്ലാതല മത്സരങ്ങളിലുമൊക്കെ നല്ല വിജയം നേടി എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ കുട്ടികളിൽ എത്ര പേർ പിൽക്കാലത്ത് ശ്രദ്ധേയമായ വിധം ആ കലാസപര്യ തുടരുന്നുണ്ട്? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ്. കല പോയിന്റ് നേടാനുള്ള ഉപാധിയാണെന്ന് കണക്കാക്കുന്ന ഒരു രീതി ഇവിടെ പലരിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ രീതി ഉപേക്ഷിച്ചേ മതിയാവും. കലാവാസനയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പരിരക്ഷയും കലാപോഷണത്തിലൂടെയുള്ള വ്യക്തിത്വ വികസനത്തിനുള്ള അന്തരീക്ഷവും നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക പരിസരം സൃഷ്ടിക്കുക എന്നതാണ് ഓരോ ചുവടുവെപ്പിലും നാം ലക്ഷ്യമാക്കേണ്ടത്. എത്ര ചെറിയ കലോത്സവങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാവണം. ആ തിരികൾ ജീവിതത്തെ ആകെ പ്രകാശമാനമാക്കണം. അവിടെ ഭേദചിന്തകളോ മറ്റ് ദൂഷിത വികാരങ്ങളോ ഉണ്ടായിക്കൂടാ.